മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം എളമക്കര തെരേസ സ്പിനലിക് പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻറ് മെൻറ്ററായിട്ടുള്ള ടിൻഡു സോണി മാം കൂടെയുണ്ട്. മാമിനെയും ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരിക്കൽ കൂടി രണ്ടുപേരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പലയിടത്തിങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് ചിതറി നടക്കുന്നതിനേക്കാളും നമ്മളുടെ ഉള്ളിൽ ഇപ്പം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വിശ്വസിക്കുന്നതാണല്ലോ നമുക്ക് റിയാലിറ്റി ആയിട്ട് വരുന്നത്. ഇപ്പം ഇവരെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നമാണ്, എനിക്കതുകൊണ്ട് ഈ രോഗമാണെന്ന് 10,000 തവണ ഇവർ മെൻ്റലി ഇങ്ങനെ പറയുകയും ഉള്ളിൽ പറയുകയും അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി അവരിൽ ഇല്ലെങ്കിൽ കൂടി ഇനി അതായി മാറാനുള്ള പോസിബിലിറ്റി, ഒരു കോർ ബിലീഫ് സിസ്റ്റം. അതാണ് നമ്മൾ നേരത്തെ കണ്ട ഈ സ്ട്രെസ് ഡിസോർഡറിൽ, അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറിൽ, ആങ്സൈറ്റിയിലൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇത് ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വേറൊരു കേസ് കണ്ടത് ഞാൻ ഓർക്കുകയാണ്. അവർക്ക് ഇതേപോലെ എനിക്ക് രോഗം വരുമോ എന്നുള്ളൊരു ചിന്തയാണ്. അതുകൊണ്ട് തന്നെ ഉറക്കം കുറഞ്ഞു, ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ഉറക്കം കുറഞ്ഞുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത് വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെയും ബാധിച്ചിരിക്കുമ്പോൾ അവർ വൾണറബിൾ ആണ്. ചെറിയ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം മതി അവർക്ക് രോഗമായിട്ട് തീരും. അപ്പോൾ ഇതും, അതായത് ഈ അനാവശ്യമായിട്ടുള്ള ചിന്തയും ഈ ഒരു ആങ്സൈറ്റിയും രോഗത്തിലേക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇങ്ങനത്തെ ആൻഷ്യസ് തോട്ട്സുകൾ ശരിക്കും നമ്മളുടെ ബ്രെയിനെ ഷ്രിങ്ക് ചെയ്യിപ്പിക്കുമെന്ന് പറയുന്നത്. ശരിക്കും നമ്മളുടെ പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് ഏരിയ ശരിക്കും നമ്മളെ ഒന്ന് കുറച്ചുകൂടെ അനലൈസ് ചെയ്ത് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയനെ നമ്മൾ ചുരുക്കി കളയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ശരിക്കും ഈ നെഗറ്റീവ് ആയിട്ടുള്ള കോർ ബിലീഫ്സും അല്ലെ അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഈ അമിതമായ ശാരീരിക വേദനകൾ, നമ്മൾ പറയും ഒരു സൊമാറ്റോഫോം പെയിൻ ഡിസോർഡർ എന്ന് പറയും. അതായത് എപ്പോൾ നോക്കിയാലും അയ്യോ എനിക്ക് കൈക്ക് വേദന, കാലിന് വേദന, നടക്കാൻ മേല, എനിക്ക് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു സെഡൻറ്ററി ലൈഫിലേക്ക് പോകും. അതായത് ഒന്ന് നടക്കാനോ വ്യായാമം ചെയ്യാനോ എന്തെങ്കിലും ഒരു ജോലികൾ ചെയ്യാനോ ഒക്കെ. അപ്പം സാധാരണ ഈ റിട്ടയർഡ് ലൈഫൊക്കെ നയിക്കുന്നവർ വരുമ്പോഴത്തേക്കും ഞാൻ പറയും ചെറിയ ചെറിയ ജോലികളാണെങ്കിലും വീട്ടിൽ ചെയ്യുക. ചിലരുണ്ട്, ഇപ്പോൾ ഞാനിതിനൊരു ജനറലൈസ് ചെയ്ത് കുറ്റമായിട്ട് പറയുകയല്ല, മരുമക്കൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില അമ്മായിമ്മമാർ പറയും, ഇനി നീ എല്ലാം ചെയ്തോളണം, ഞാനിവിടെ 12 വയസ്സിൽ വന്ന് കയറിയതാണ്, അന്ന് മുതൽ ഞാൻ ആ ജോലി ചെയ്യുന്ന, നീ ഇനി ചെയ്തോളണം. ഇനി ചിലരൊക്കെ ഇതേപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലല്ലേ അമ്മയ്ക്ക് കുറ്റം പറയുന്നത്, അമ്മ തന്നെ അങ്ങ് ചെയ്തോട്ടെ. അപ്പം ഇങ്ങനെ മാറ്റി വെക്കുമ്പോഴും നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ ശരീരത്തിന് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം. അതല്ലാതെ ചുമ്മാതെ ഷോക്കേസ് വെക്കാനുള്ളതല്ല നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടും ചലിപ്പിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ അത് ഒരു തരത്തിലുള്ള വ്യായാമമാണ്. ഈ ഒരു വ്യായാമം തന്നെ നമ്മുടെ പല രോഗാവസ്ഥകളിൽ നിന്നും നമ്മളെ വിമുക്തരാക്കും. അതൊരു കറക്റ്റ് പോയിന്റ് ആണ്. അതായത് ശരിക്കും പറയാം, നമ്മൾ മൂവ് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. നമ്മളെപ്പോഴും ഇങ്ങനെ ഇപ്പം ചിലരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞു, ഓക്കെ കുഞ്ഞുങ്ങളെല്ലാം കല്യാണം കഴിഞ്ഞു, ഓക്കെ ഇനി പിന്നെ റെസ്റ്റിംഗ് പീരീഡ് ആണ്, പിന്നെ കംപ്ലീറ്റ് റെസ്റ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല ചിലർക്ക് അവരുടെ ലൈഫ് കൊണ്ട് ഇനി എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ട് എന്താ ഒരു മീനിങ് ഇല്ല എൻ്റെ ലൈഫിന്, ഒരു പർപ്പസ്ഫുൾ ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും ചില ക്ലബ് ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ ഒരു വാക്കിങ്ങിന് തയ്യാറാവുക, ചെറിയ ചില എന്താ പറയുക ചില പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക. അത് മനുഷ്യർക്ക് സൊസൈറ്റിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഇവരുടെ ആ കൂട്ടുകെട്ട് തന്നെ ആയിട്ട് കൂടിയുള്ള വളരെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള അങ്ങനത്തെ ചില ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവുക. എങ്ങനെയാണെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ചില കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുകയും രോഗാവസ്ഥകൾ തന്നെ കുറയുകയും ചെയ്യും. ഇതുപോലെ തന്നെ ഞാൻ കണ്ട വേറൊരു കേസിൽ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. ഭാര്യയ്ക്ക് തോന്നുവാണ് ഹസ്ബൻഡിന് എന്നോട് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം സ്ഥിതിയിലേക്ക് പോയപ്പോഴത്തേക്കും കൂട്ടുകാരികൾ ആരോ പറഞ്ഞു കൊടുത്തു, എൻ്റെ ഹസ്ബൻഡിന് എന്നോട് താല്പര്യമില്ലെങ്കിലും വലിയ സ്നേഹമില്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ രോഗം പറയും. അപ്പോൾ ഈ രോഗത്തിന് വേണ്ടിയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു അടുപ്പം വരും. അപ്പോൾ ഒരു അറ്റൻഷൻ സീക്കിങ് ആണ്. അപ്പം അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഒരു സ്ഥിതിയിൽ
അമ്മയുണ്ട്, അതായത് അമ്മായി അമ്മയുണ്ട്, മറ്റു സഹോദരങ്ങളുണ്ട്. അപ്പം ഇവർ എല്ലാവരും കൂടി നിൽക്കുമ്പം ഹസ്ബൻഡിന് എന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പം ഹസ്ബൻഡിന് എന്നെ ശ്രദ്ധിക്കണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണം. കാരണം ആശുപത്രിയിലേക്ക് അമ്മയും എല്ലാവരും കൂടി കുടുംബസമേതം എന്തായാലും സിനിമയ്ക്ക് പോകുന്ന പോലെ പോകത്തില്ലല്ലോ. അപ്പോഴാണ് ഈ കക്ഷി ഒറ്റയ്ക്ക് കിട്ടുന്നത്. അപ്പം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കഴിക്കും. അപ്പം ഇത് ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയി. ഇത് പതുക്കെ ഈ രോഗങ്ങൾ ഈ അറ്റൻഷൻ സീക്കിങ്ങിലൂടെ വന്നു, അത് സാറ്റിസ്ഫൈ ചെയ്തു പോകുന്നു. പിന്നീട് ഇതൊരു ഹാബിച്വേഷനിലേക്ക് പോവുകയാണ്. അതായത് ആദ്യം കാണിച്ച കാര്യം അറ്റൻഷൻ സീക്കിംഗ് ആണ്, ഒരു സ്നേഹം കിട്ടാനാണ്. പിന്നീട് അത് നമ്മൾ ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ ഏറ്റെടുത്തു. പിന്നെ ഈ ശരീരത്തിൽ എവിടെയൊക്കെ നാഡീവ്യൂഹങ്ങളുണ്ട് അവിടെയൊക്കെ വേദനയായി, രോഗമായി, തുമ്മലായി, ചുമയായി, ആകെ പ്രശ്നമായി. പിന്നീട് അവർ പറയുന്നത് എനിക്ക് രോഗമില്ല. ആദ്യമൊക്കെ തലവേദന ഇല്ലെങ്കിലും ചുമ്മാതെ തലവേദന ഉണ്ടെന്ന് പറഞ്ഞ് പോകും. ഇപ്പോൾ അവരെന്നോട് പറഞ്ഞ സിസ്റ്റർ ഡോക്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഡോക്ടർ ഇവിടെയാണോ വേദന, അവിടെയാണോ വേദന, നമുക്ക് ഈ ടെസ്റ്റ് ഒന്ന് ചെയ്താലോ. അപ്പം ഞാൻ ഉള്ളിച്ചിരിക്കാറുണ്ട്. ഒരു തലവേദന പോലും ഇല്ലെങ്കിലും അവർ പഠിച്ചേക്കുന്ന കാര്യം വെച്ച് ഉള്ള ടെസ്റ്റുകളെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ എന്ന്. ഇതിന് സിസ്റ്റർ ഇത് പറയുമ്പോൾ ഇത് ഫാമിലി മെമ്പേഴ്സിനും ബാക്കിയുള്ളവർക്കും ഒരു വലിയൊരു സന്ദേശവും കൂടിയാണ്. അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇനി അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ചിലപ്പോൾ ഞാനൊന്ന് അടുത്തിരുന്ന് ലിസൺ ചെയ്താൽ മതിയായിരിക്കും. ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ലിസണിങ്ങോ കണ്ടിട്ടുണ്ട്. അസുഖങ്ങളാണെന്ന് പറയുമ്പോൾ ശ്രദ്ധ കിട്ടുന്ന ചില ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുവാണ്. അപ്പം ഞാനിങ്ങനെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരിക്കും നിനക്ക് ഒരു അഡ്മിഷൻ കിട്ടേണ്ട രോഗമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞ് അത് അഡ്മിഷനേക്കാൾ കൂടുതൽ എനിക്കൊരു അറ്റൻഷനായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പം ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞൊരു കാര്യം, എനിക്ക് ഷോൾഡർ പെയിനാന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എന്നാൽ ഒരിക്കൽ പോലും നിനക്ക് എന്താ പെയിൻ, എവിടാ പെയിൻ, എന്നെ ജസ്റ്റ് ഒന്ന് എവിടാ പെയിൻ എന്ന് ചോദിച്ച് ഒന്ന് തടകി തന്നിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പണി ഒപ്പിക്കത്തില്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തെ സംബന്ധിച്ചിടത്തോളം പുള്ളി പറഞ്ഞു ഭയങ്കര പെയിനാ. അപ്പോൾ ഡോക്ടർ ആദ്യമേ കണ്ടു, മരുന്ന് കൊടുത്ത് വിട്ടു. മരുന്ന് പുള്ളി കഴിച്ചൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു അതിനേക്കാൾ വലിയ പെയിനാന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പിന്നീട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഫർദർ അസസ്മെന്റിലേക്ക് പോകണം. അപ്പോൾ തീർച്ചയായിട്ടും 1-2 ദിവസം അവിടെ കിടത്തിയില്. അപ്പം നോക്കിയപ്പോഴത്തേക്ക് ഇൻഷുറൻസും പ്രീമിയം ഒക്കെ ഉണ്ട്. അപ്പം 2 ദിവസം കിടന്നിട്ട് പോകാം എന്ന് തോന്നി. പക്ഷേ ഇയാൾ അന്ന് അവിടുന്ന് രസകരമായിട്ട് ഞങ്ങൾ അത് സംസാരിച്ച് പോയി. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തു, മോളെ നീ ഇപ്പോൾ ഒരു അറ്റൻഷൻ സീക്കിങ്ങിനാണ് ഇത് ചെയ്തത്. പക്ഷേ ചിലപ്പം ഇത് തന്നെ നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു സൈക്കോളജിക്കൽ കംപ്ലൈൻറ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ സംഭവിച്ചു. കാരണം ഒരിക്കൽ പോലും ആ കക്ഷി എന്നാൽ പുള്ളിക്കാരത്തി അത് ഹസ്ബൻഡിനോട് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾ അല്പനേരം എൻ്റെ അടുക്ക് ഇരുന്നൊന്ന് സംസാരിക്കേ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഒരു കാഷ്വൽ ടോക്കിലെങ്കിലും അത് വന്നിരുന്നെങ്കിൽ അദ്ദേഹം അത് ശ്രദ്ധിച്ചു. പലർക്കും ഇതൊരു ഫിയർ ഫാക്ടറും കൂടിയാണ്. അതായത് ഡയറക്റ്റ്ലി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ഫാമിലീസിൽ പലർക്കും പറ്റുന്നില്ല. കാരണം അങ്ങനെ പറയാത്തത് കൊണ്ട് തന്നെ ഇത് അറിയത്തുമില്ല. ഇപ്പം ഈ ഫാമിലി കൗൺസിലിംഗ് അല്ല ആൾക്കാർ നമ്മളെ കൊണ്ടുവരുമ്പം ഒരാളെയാണ് ഇയാൾക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളോട് കൗൺസിലിങ്ങിന് വരുന്നത്. പക്ഷേ ഒരിക്കലും നമുക്ക് ആ ഒരാളിൽ മാത്രം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് ഫാമിലിനെ മുഴുവൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പം ഇയാൾക്ക് തന്നെ പറ്റുന്നില്ല, പറ്റാത്ത അവസ്ഥയിൽ ഇയാൾ വന്നിരിക്കുന്നത്. ഇനി ഇയാളെ സപ്പോർട്ട് ചെയ്യേണ്ടത് മറ്റുള്ളവരാണ്. ശരിക്കും പണിയുള്ളത് അവർക്കാണ്. അപ്പോൾ ഇത് എപ്പോഴും ഈ ഫാമിലീസിലുള്ള ബാക്കിയുള്ള ആ ഒരു സിസ്റ്റം, ആ സപ്പോർട്ട് സിസ്റ്റം അലേർട്ട് ആവാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ. ഒരു സൈക്കോസൊമാറ്റിക് കേസുകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഫാമിലി ഇൻവോൾവ്മെന്റ് വേണം. പ്രത്യേകിച്ച് അവർ ഒരു ജീവിത പങ്കാളിയോടൊപ്പം കുടുംബജീവിതമൊക്കെ നയിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പാർട്ട്ണറെ നമ്മൾ വിളിച്ച് മെയിൻ അവർ ഉദ്ദേശിക്കുന്നത് പാർട്ട്ണറെ തന്നെയാണ്. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും ഇവർ തമ്മിലുള്ള ആ ഒരു ഇതും റെഡി ആയി കഴിഞ്ഞാൽ തന്നെ പെയിനെല്ലാം സാധാരണ പോകും. കുറേയൊക്കെ അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് ഇവരുടെ ആങ്സൈറ്റിയാണ്. അതായത് എനിക്ക് രോഗം വരുമോ, എനിക്ക് രോഗം പിടിച്ചു കഴിഞ്ഞാൽ ആരെന്നെ നോക്കാനുണ്ടാവും, ഇനി ഞാൻ ഈ ലോകത്തുനിന്ന് എന്തെങ്കിലും വന്ന് ഞാൻ അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മക്കൾക്കാരുണ്ട്, അല്ലെങ്കിൽ അപ്പം ഇതേപോലുള്ള അതുപോലെ തന്നെ ഇവർക്ക് അമിതമായിട്ടുള്ള അവരുടെ ഒരു ഫിസിയോളജിക്കൽ കണ്ടീഷനോടുള്ള ഒരു ആങ്സൈറ്റി. ഓക്കെ, ഇങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വേദന എല്ലാവർക്കും വരാറുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ തലകറക്കം എല്ലാവർക്കും വരാറുണ്ടോ. അപ്പം ഒരു ആങ്സൈറ്റിയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഈ ആങ്സൈറ്റിയെ ആ ഒരു റീഅഷ്വറൻസോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് റിലീഫോ കൊണ്ട് അവിടെ നിന്ന് തന്നെ റിഡക്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ
അടുത്തത് അവര് അറ്റൻഷൻ സീക്കിങ്ങിലേക്ക് പോകും. കൃത്യമായിട്ട് മരുന്ന് കഴിക്കാത്ത ആളുകളുണ്ട്. അതായത് രോഗമുണ്ട്, ഡോക്ടറെ കണ്ടു, മരുന്ന് എഴുതി 2 ദിവസം കഴിയുമ്പോഴേക്കും ഒന്ന് കുറയും, പിന്നീട് അത് കഴിക്കില്ല, അങ്ങനത്തെ ഇതുണ്ട്. അങ്ങനെയുള്ള ആളുകളും നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്കും നമുക്ക് കൊടുക്കേണ്ട ഒരു സൈക്കോ എഡ്യൂക്കേഷൻ ആണ്. ഇപ്പൊ നമുക്ക് അവര് റെഗുലർലി അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാലേ ഉള്ളൂ അതിനകത്തൊരു ചിലരൊക്കെ ഉണ്ട് ഈ പറഞ്ഞ പോലെ കെട്ടുകണക്കിന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വെക്കുന്നു, ആ മരുന്ന് വീട്ടിൽ എത്തിക്കണം, അത്രമാത്രമേ. അത് ചിലപ്പോൾ ഈ പാസീവ് അഗ്രഷനിലും നമ്മൾ കാണും. അത് അതായത് ഇപ്പം മക്കളായാലും ശരി, അപ്പനും അമ്മയും എനിക്ക് മരുന്ന് മേടിച്ച് തരട്ടെ, അപ്പൊ അവരുടെ പൈസ ഇച്ചിരി പോട്ടെ, അല്ലെങ്കിൽ അവരുടെ സമയം പോട്ടെ, അവരെ ഒരു ദിവസം ലീവ് എടുത്ത് തന്നെ കൊണ്ടുപോട്ടെ. അപ്പൊ ഇതൊരു പാസീവ് അഗ്രഷനിലും ഇതുപോലെ കാര്യങ്ങൾ കാണും, ഈ സൊമാറ്റോഫോം ഡിസോർഡറിലൊക്കെ ഇതുപോലെ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വ്യക്തിഗതമായിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്. നമുക്ക് ഇപ്പം നേരെ ജനറലി ഇപ്പം നമ്മൾ പറയുവാണ്, ഒരാൾക്ക് അമിതമായിട്ട് ഏതെങ്കിലും രോഗത്തെക്കുറിച്ച് അവർ പറയുന്നു, അല്ലെങ്കിൽ വിട്ടുമാറാത്ത പനി, അല്ലെങ്കിൽ എന്നും ശരീരത്തിൽ വേദന, അല്ലെങ്കിൽ വയറിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ, നെഞ്ചെരിച്ചിൽ, ഇതുപോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇതൊരു സൈക്കോസൊമാറ്റിക് ആയിരിക്കുമെന്ന് നമ്മൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിസ്കൺസെപ്ഷനാണ്. നോ അങ്ങനെയല്ല. ഇപ്പൊ ചിലരെ സംബന്ധിച്ചിടത്തോളം ചില അമ്മച്ചിമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി സഹിക്കുന്നുണ്ട് അവരവസാനമൊക്കെ ആയിരിക്കും പറയുന്നത് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ എന്നൊക്കെ. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയുന്ന സമയത്ത് സൈക്കോസൊമാറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പിന്നെ ചിലർക്ക് ഉണ്ട് അലോപ്പതി പിടിക്കുന്നില്ല, ആയുർവേദത്തിൽ പോകേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ആയുർവേദം കുറെ നാൾ പരീക്ഷിച്ചു, പക്ഷെ നമുക്ക് അടുത്ത ഒരു ഹോസ്പിറ്റലിലേക്ക്. ഇതും അവർക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഏതിൽ പോകണം, എങ്ങനെ പോകണം എന്ന് കരുതിയിട്ട് മാറി മാറി ചികിത്സിക്കുന്നവരും ഉണ്ട്. ഇപ്പൊ നമ്മള് പറയുന്ന ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലൊക്കെ ആൾക്കാരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള ഒത്തിരി അഡ്വർടൈസ്മെന്റുകൾ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തോട് അല്ലെങ്കിൽ ഈ മനുഷ്യവർഗത്തോട് തന്നെ ചെയ്യുന്നൊരു ക്രൂരതയാണെന്ന് ഞാൻ പറയും. ശരിയായിരിക്കാം, ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ മാർക്കറ്റ് ചെയ്യരുത്. അത് കൃത്യമായ കാര്യങ്ങൾ തന്നെ സോഴ്സ്ഫുള്ളായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമുക്കറിയാം, ഒരു ഡോക്ടറെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെയൊക്കെ ദൈവം നമുക്ക് തരേണ്ട ആ ഒരു ക്യൂവർനെസ്സിനെ അല്ലെങ്കിൽ ഒരു ആരോഗ്യത്തെ ദൈവം നമുക്ക് തരാനായിട്ടുള്ള ഒരു ആരോഗ്യം തരുന്ന ഒരു ചാനലായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും ഇവൻ ഡോക്ടേഴ്സ് ആരോഗ്യ മേഖലയിലായാലും ശരി, മാനസികാരോഗ്യ മേഖലയിലായാലും ശരി, നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ആ ഒരു സംതൃപ്തിയുടെ ആരോഗ്യത്തിന്റെ ഒരു ജീവിതം നമുക്കും മറ്റുള്ളവർക്കും പ്രദാനം ചെയ്യുക. അതാണ്. അപ്പൊ അതിനുള്ള ഒരു ചാനലുകളാണ് നമ്മൾ, ഉപകരണങ്ങളാണ് നമ്മൾ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ കുറെ കാര്യങ്ങൾ നമ്മളുടെ കുറെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, അത് ഡേ ബൈ ഡേ അത് ഈ പറഞ്ഞ പോലെ അത് ആൻസൈറ്റി കൊണ്ട് അവരെല്ലാവരും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി നമ്മളുടെ ഇന്നർ ഒരു ലെവലിലേക്ക് വരാൻ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ, ഇപ്പം നമ്മളെല്ലാവരും തന്നെ നമ്മൾക്കൊരു ഇമോഷണൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ തക്ക രീതിയിൽ നമ്മൾ പരിശീലിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൽഫ് കെയർ ചെയ്യാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ വലിയ ആവശ്യമാണ്. ഇപ്പം സിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ആകുന്ന മെഡിക്കൽ പ്രൊഫഷണൽസ്, അപ്പം നമ്മളും ഒരു ഒരാളെ കാണുമ്പോൾ, അതായത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറിനെ കാണുമ്പോഴോ കൗൺസിലറിനെ കാണുമ്പോഴോ, ഈ ആളിലൂടെ ദൈവമേ എൻ്റെ ഈ ഒരു കാര്യത്തിന് ഒരു ഹീലിംഗ് വരണം എന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നൊരു സമയത്ത് അവിടെ ഒരു ഡോക്ടർ വന്നിങ്ങനെ ഷെയർ ചെയ്തത് ഞാനിങ്ങനെ ഓർക്കുന്ന, അത് ഹോമിയോ ഡോക്ടേഴ്സിൻ്റെ ഒരു ഇതായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ബാംഗ്ലൂരിലൊരു സെൻറ്റ് ജോൺസ് കോളേജിലെ ന്യൂറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഹെഡാണ്. ഇവിടെ പേര് തോമസ് മാത്യു എന്ന് കണ്ടാന്ന് തോന്നുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു ബുക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഗോഡ് ഹീൽസ് ബർത്ത് ഡിഫെക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, ഒരു വണ്ടർഫുൾ ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓതറിൻ്റെ പേരെന്തോ ആൻഡി ഹൈമൻ ആൻഡ് മാർഗരറ്റ് സംതിങ് കണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് കുറേ പാരൻസിൻ്റെ ഷെയറിങ്ങുകളാണ്. അതായത് ശരിക്കും ദൈവത്തിൽ ആശ്രയിച്ചും ദൈവനാമം ഉപയോഗിച്ചും അല്ലെങ്കിൽ ദൈവവചനം ഉപയോഗിച്ചുമൊക്കെ അവരുടെ കുഞ്ഞുങ്ങളുടെ ഇതുപോലെ ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സിന് ഹീലിംഗ് വന്നതിൻ്റെ ടെസ്റ്റിമണീസാണ്. അപ്പം ഇത് നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്, നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഇത് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്ത് ഇതുപോലെയുള്ളൊരു കാര്യത്തിൽ നമുക്കും ഒരു ഫസ്റ്റ് എയ്ഡ് എടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ കടന്നു ചെല്ലാൻ. ഇനി ഈ ആളിലൂടെ എനിക്ക് ദൈവം ഒരു കറക്റ്റായിട്ടുള്ളൊരു പാത്ത് കിട്ടണം. ഗുഡ്നസ് ടിവിയുടെ വളർച്ചയിൽ കൈകോർത്ത എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും നന്ദിയോടെ സ്മരിച്ച് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഉദ്യമം ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് HTBയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു.
Goodness. Stay with God. പ്രൊഫഷണൽസ് എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ടത് അവരുടെ കരങ്ങളിലൂടെ, അവരുടെ ചിന്തയിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുക. അതായത് ഇപ്പം അവർ ദൈവമാകാനല്ല നമ്മൾ പറയുന്നത്. ചിലരുണ്ട് എന്താ പറയുന്നത്, അവരെ വേണം ദൈവം പോലെ കാക്കാൻ. നോ, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ദൈവം നമ്മളിൽ ഒരു ഉത്തരവാദിത്വം തന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു ഹീലിംഗ്, ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു മാനസികാരോഗ്യ രംഗത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദൈവം അവർക്ക് കൊടുക്കേണ്ട ആ ഒരു മാനസിക ഒരു സമാധാനം, ഒരു സന്തോഷം നമുക്ക് എത്രമാത്രം നമ്മുടെ ജീവിതത്തിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള പഠനങ്ങൾ അതിന് ഉപയോഗപ്പെടുത്താം, നമ്മുടെ സ്കില്ല് അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. നമ്മുടെ ആ ഒരു നമ്മൾ പറയത്തില്ലേ, ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കണം. ഇപ്പം ചില ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഇൻ്റർവ്യൂകളിൽ ഞാൻ എൻ്റെ വളരെ ഒരു സുഹൃത്തും എൻ്റെ ഒരു റിലേറ്റീവുമായിട്ടുള്ളൊരു ഡോക്ടറിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്നത് ഇതാണ്, എൻ്റെ കരങ്ങളിലൂടെ ദൈവമേ നിൻ്റെ സൗഖ്യം മറ്റുള്ളവർക്ക് കൊടുക്കപ്പെടണം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ സൈക്കോസൊമാറ്റിക് അല്ലെങ്കിൽ ഈ സൊമാറ്റോഫോം ഡിസോർഡറൊക്കെ ആയിട്ടൊക്കെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ മുൻപിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ആശുപത്രികളിൽ ചികിത്സയ്ക്കായിട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും പ്രൊഫഷണൽസിന് കുറച്ചെങ്കിലും ഇങ്ങനൊരു ബോധ്യം കൂടി ഉണ്ടാവണം. എല്ലാ രോഗങ്ങളുടെയും ആവശ്യങ്ങൾക്കല്ല ഇവർ വന്നിരിക്കുന്നത്. ചിലതൊക്കെ മനസ്സിൻ്റെ അസ്വസ്ഥതകളുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ അവർക്കുണ്ട് എങ്കിൽ അതിനെ സ്വസ്ഥമാക്കുന്ന ചില സംവിധാനങ്ങളിലേക്ക് അവരെ പറഞ്ഞു വിടാൻ, അല്ലെങ്കിൽ അതിന് പറ്റുന്ന രീതിയിൽ അവരുടെ ഫാമിലി ഒന്ന് ഒരുക്കാനായിട്ട്. അല്ലാതെ ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, ഇതെന്തായാലും വീണ് കിട്ട ഒരു കേസാണ്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ, മാക്സിമം നമുക്ക് ഉപയോഗപ്പെടുത്തിയിരിക്കാം എന്ന് എടുക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സൈക്കോജനിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ആ ഒരു രീതിയിൽ റെഫർ ചെയ്ത് വിടാനും ഞാൻ പറയുന്നത് നമ്മുടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആതുര ആലയങ്ങൾ തയ്യാറാവണം. അതോടൊപ്പം തന്നെ ഫാമിലിയിലും ഇതുപോലെ ഏതെങ്കിലും സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ് ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താനോ അല്ല, എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലത്തിലേക്ക് അവർ വന്നു പോയത്, അതിനൊരു ഹിഡൻ റീസൺ ഉണ്ട്, അതിനെ ഒന്ന് കണ്ടെത്തുക. ഇനി അവരവർ തന്നെ മനസ്സിലാക്കുകയാണ് ഇത് എനിക്ക് ശരിക്കുള്ള രോഗാവസ്ഥയല്ല, ഇതെൻ്റെ ഒരു സൈക്കോളജിക്കൽ നീഡ് ഫുൾഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ മനസ്സ് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും, അത് നോക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല, കാരണം ഞാൻ ഈ ടെസ്റ്റുകളുടെ റിസൾട്ട് എല്ലാം ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം കാണുന്നില്ല, ഇങ്ങനെയല്ല ഇതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ ഒരു ചർച്ചയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവനവൻ തന്നെ മനസ്സിലാക്കുക ഇത് ശരിക്കുമുള്ള എൻ്റെ രോഗമാണോ, രോഗമല്ല എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പോകരുത്. പിന്നീട് വേണ്ടത് മനഃശാന്തിക്ക് അല്ലെ മനസ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ആത്മീയമായിട്ടുള്ള ഒരു ദൈവിക സാന്നിധ്യം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എനിക്ക് തന്നെ ഒരു ഇൻ്റഗ്രേഷനുണ്ട്, എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതെല്ലാം നമുക്കൊരു ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ലൈഫിൻ്റെ ഒരു മീനിങ് ആൻഡ് പ്ലഷർ കൊടുക്കും, ഒരു പർപ്പസ് കൊടുക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് വഴിമാറുന്നുണ്ടോ, അത് മാനസിക രോഗത്തിലേക്കായിട്ട് മാറുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഈ ഒരു സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ് തന്നെ പല മൂഡ് ഡിസോർഡറിലേക്കും പോയതായിട്ടുള്ളത് എനിക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അവനവനെ തന്നെ മനസ്സിലാക്കാനുള്ള, കൂടെ ജീവിക്കുന്നവരെ മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ ശാസ്ത്രീയമായി നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനം, ആ ഒരു കൃപയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടത്. പിന്നെ സ്വയം ഡോക്ടറാകുക എന്നുള്ളൊരു ഇതുണ്ട്. അതായത് മെഡിസിൻ കഴിക്കും, എനിക്ക് ഇഷ്ടമുള്ളതേ ഞാൻ കഴിക്കൂ. പക്ഷെ ഇത് ഫാമിലിയിലുള്ള മറ്റുള്ളവർ പറഞ്ഞാലും അനുസരിക്കാത്ത ചില ആളുകളുണ്ട്. അവരെ എങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുക? ചിലപ്പോൾ ചില കേസുകളൊക്കെ നമ്മുടെ ഇടയ്ക്ക് വരാറുണ്ട്. അതായത് ഒരു ഹസ്ബൻഡിനെ വൈഫ് കൊണ്ടുവന്നതാണ്, സിസ്റ്ററെ ആര് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല, പുള്ളിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ പുള്ളിക്ക് ഒരു ദിവസം തോന്നുവാണ് അലോപ്പതി കഴിക്കണം, അന്ന് കഴിക്കും, പിറ്റേ ദിവസം തോന്നുവാണ് അന്ന് ആയുർവേദം കഴിച്ചേക്കാം, അത് ആര് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകുന്നില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ മെഡിസിൻസ് എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനൊരു ആക്ഷൻ ഉണ്ട്.
അപ്പോൾ അതൊരു ഒരു കോൺട്രഡിക്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പിടിക്കുന്ന പോലെ നിൽക്കില്ല. ഇപ്പോൾ നമുക്കറിയാം, അത് ശരിക്കും നമ്മൾ പറയുന്നത് അതിന് പാരാസൂയിസൈഡൽ ടെൻഡൻസി എന്നാണ് ഞങ്ങൾ അതിനെ പറയുന്നത്. അതായത് ഒരു ഡയറക്റ്റ് ആത്മഹത്യാ പ്രവണതയല്ലെങ്കിൽ പോലും ഒരു ഇൻഡയറക്റ്റ് വേയില് ഇഞ്ചിഞ്ചായിട്ട് നമ്മളെ തന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഭൂരിഭാഗം പേരും പ്രായമായവരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. ഇതിന് കൃത്യമായ ഒരു ചികിത്സാ രീതി പറയാൻ പറ്റുമോ? നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാക്കുക, ഒന്നില്ലെങ്കിൽ അവനവൻ തന്നെ മനസ്സിലാക്കുക, അല്ലെ കൂടെ ഉള്ളവർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇവര് ആശുപത്രികളിലേക്കോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ സമീപിക്കുമ്പോൾ അവര് മനസ്സിലാക്കിയതിന് ശേഷം വേണ്ട ഒരു നിർദ്ദേശം കൊടുത്തായി. ഇൻസൈറ്റ്ഫുൾ ആകാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഇൻസൈറ്റ് ഇല്ലാതെ വരുന്നവരെ നല്ല പ്രയാസമായിരിക്കും ഡീൽ ചെയ്ത് വരാനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹൈപ്പോകോൺഡ്രിയാക്കിക്കൽ, അതായത് ചെറിയ ഒരു ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു അസുഖമാണ് എന്ന് ധരിച്ചുകൊണ്ടൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുവാണ്. ചിലരൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആത്മഹത്യക്ക് വരെ ശ്രമിക്കുന്നവരുണ്ട്. ചില ആത്മഹത്യകൾ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചർച്ച പ്രേക്ഷകർക്ക് ഒത്തിരിയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ മിക്കയിടത്തും നമുക്ക് ഒരു മെജോറിറ്റി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോണ തോട്ടത്തിൽ, അതുപോലെ ടിൻഡു സോണി മാമിനും ഏറെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഏവർക്കും നന്ദി പറയുന്നു.